ഇക്കോ ഫ്രണ്ട്ലി ലിവിങ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ലിവിംഗ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒരു വില്ല പ്രോജക്ട്സിലൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ ആണോ? നമ്മളിപ്പം ഫ്ലാറ്റും വില്ലകളും തമ്മിലൊരു കമ്പാരിസൺ എപ്പോഴും ഉണ്ട്. ഏതാണ് ബെറ്റർ, ഏത് ചൂസ് ചെയ്യണം. പക്ഷേ ഈ ഒരു ചോദ്യത്തിന് ഇതിനെപ്പറ്റി പറയുമ്പം വില്ല പ്രൊജക്ടുകൾ നമുക്കിത് ഏത് എക്സ്റ്റെന്റ് വേണമെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്താൽ മതി. എത്ര ബഡ്ജറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ തരാം അത്രത്തോളം നമുക്ക് വില്ല പ്രൊജക്ടുകൾ ഇത് പ്രാക്ടിക്കലാണ്. സോളാർ സിസ്റ്റം ചെയ്യണം, നമുക്ക് 100% വില്ലകൾ ചെയ്യാൻ പറ്റും. ഒരു വീട്ടുകാരൻ ഡിസൈഡ് ചെയ്താൽ മതി എനിക്ക് സോളാർ വെക്കണം. അങ്ങനെ ഒരു കൂട്ടായ സഹകരണത്തിനൊന്നും ആവശ്യമില്ല. അപ്പൊ അയാൾക്ക് 100% സോളാർ ചെയ്യാനുള്ള അധികാരമുണ്ട്. അല്ല, ചെയ്യാൻ പറ്റും അവർക്കത്. പിന്നെ ഇപ്പം ഗ്രീൻ മെറ്റീരിയൽസ് കസ്റ്റമൈസ് ചെയ്യുന്ന എടുക്കുന്ന വില്ലകളെ സംബന്ധിച്ച് ഗ്രീൻ മെറ്റീരിയൽസ് എത്രത്തോളം ഉപയോഗിക്കണം അതൊക്കെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അവിടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഇതൊക്കെ ഇൻഡിവിജ്വലി അവർക്ക് ഇതൊക്കെ ഒരു സസ്റ്റൈനബിലിറ്റിയുടെ പാർട്ടാണല്ലോ. അതെ. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഓപ്പൺ ടെറസിൽ ചെറിയ ചെറിയ ഫാമിങ് ഒരുപാട് ആളുകൾ പ്രിഫർ ചെയ്യുന്നുണ്ട് അല്ലേ? ഓപ്പൺ ടെറസ് ഇപ്പം നമ്മൾ അങ്ങനെ ടെറസാക്കി ഇടാതെ അതുപോലെ ഒരു യോഗ പോലത്തെ ഏരിയാസ് ക്രിയേറ്റ് ചെയ്യുക, ഫുള്ള് ചുറ്റും ചെടികൾ വെക്കുക. ഞാൻ പറയില്ല എത്ര വേണം, എത്രത്തോളം നമുക്ക് പോകണമെന്ന് മാത്രം ഡിസൈഡ് ചെയ്യാം. ലിമിറ്റുകളില്ല, എത്രത്തോളം വേണം അത്രത്തോളം ചെയ്യാം. നമ്മളൊക്കെ അതിനെ അത്രത്തോളം പ്രോത്സാഹിപ്പിക്കാറുണ്ട്. മെറ്റീരിയൽസ് ആണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാനും എല്ലാം ഉള്ള പ്രൊവിഷൻസ് കൂടുതലും വരുന്നത് നമുക്ക് വില്ലകളിലാണ് അല്ലേ? അതെ അതെ അതെ. ഇപ്പം ഈ വെൽനെസ് എന്നുള്ള കൺസെപ്റ്റ് ഇപ്പം ബിൽഡേഴ്സ് ഒക്കെ ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. വെൽനെസ് എന്നുള്ള കൺസെപ്റ്റ് നമ്മളൊക്കെ നല്ല അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. വേസ്റ്റ് മാനേജ്മെന്റ് ആണ് ബയോ ഡീഗ്രേഡബിൾ എന്നുള്ള രീതിയിൽ അതിൻ്റെ ഔട്ട് എടുത്ത് വീണ്ടും നമുക്ക് അവിടെ ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പറഞ്ഞ പോലെ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് വില്ലകൾ